ഇതാണ്. നമുക്കവിടുന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. ഇസ്ലാഹി പ്രസ്ഥാനം അതിന് സമ്മതിക്കില്ല. ഒരു സംശയവും ആർക്കും വേണ്ട. ഇതാണ് ആദർശം, ഇതാണ് യഥാർത്ഥ ആദർശം. നമ്മളെല്ലാവരോടും പറയുന്നു, ആരായാലും ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനും സുന്നത്തും പറയുന്നതിന് ആളുകളുടെ മുഖം നോക്കുന്ന പ്രശ്നമില്ല. ആരായാലും നമുക്ക് പറയാനുള്ളത് ഈ ആദർശമാണ്. ഈ ആദർശമാണ് യഥാർത്ഥ ആദർശം. മുജാഹിദുകളെ, ഈ ആദർശം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക. എന്നാൽ പടച്ച റബ്ബിന്റെ പക്കൽ നാം രക്ഷപ്പെടും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര, അറിയണം, ഇതാണ് വിഷയം. ഈ വിഷയമാണ് ഇസ്ലാഹി പ്രസ്ഥാനം എപ്പോഴും സമൂഹത്തോട് പറയുന്നത്. ഇത് നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ മഹാനായ പണ്ഡിതനാണ്, ഒരു സംശയവുമില്ല. ഇമാമു അഹ്ലുസുന്നയാണ്, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതൻ, പ്രഗത്ഭനായ പണ്ഡിതൻ. അതെ, ഇമാം അബൂ ഹനീഫയെ പോലെ, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, ഇമാം മാലിക്കിനെ പോലെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇസ്ലാമിക ലോകത്തിന് നൽകിയ സംഭാവനകൾ വിവരണാതീതമാണ്. പ്രത്യേകിച്ചും വിശ്വാസപരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് ആ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കേൾക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അസാബ അഹദുൻ ഖത്തുൻ ഹമ്മുൻ വലാ ഹുസൻ. ആർക്കെങ്കിലും വല്ല മാനസിക ദുഃഖമോ പ്രയാസമോ വന്നാൽ ഫഖാൽ, അവൻ പറയട്ടെ. അറിയാലോ നമുക്ക് പ്രാർത്ഥന. ആ പ്രാർത്ഥന റസൂലുള്ള പ്രത്യേകമായി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മാനസിക ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാകാൻ എന്താ കാരണം? അങ്ങനെ അതില്ലാതാകൂ. ഒരാൾക്കോ ഇല്ലാതാക്കാൻ പറ്റൂല, അല്ലാഹ്ക്കല്ലാതെ. നോക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാദിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക്. ഒക്കെ അല്ലാഹുവോടാ. അല്ലാഹുവേ ഇന്നി അബ്ദുക്. എന്താ അറിയോ? ആ ഉറപ്പുണ്ടെങ്കിലേ അല്ലാഹ് സ്വീകരിക്കൂ, അല്ലെങ്കിൽ അല്ലാഹ് എന്തിനാ സ്വീകരിക്കണേ? ഇന്നി അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, സമ്പൂർണമായി നിനക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന അടിമ. ഇബ്നു അബ്ദിക്, നിന്റെ അടിമയുടെ മകനാണ്. ഇബ്നു അമതിക്, നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്. നാസിയതി ബിയദിക്, എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ് റബ്ബേ. മാദിൻ ഫിയ ഹുക്മുക്, നിന്റെ വിധിയാണ് എന്റെ വിഷയത്തിൽ നടപ്പായത് റബ്ബേ. അദ്ലുൻ ഫിയ ഖദാഉക്, നിന്റെ മുഴുവൻ വിധിയും നീതിനിഷ്ഠമായ വിധിയാണ് റബ്ബേ. അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? അസ്അലുക, നാഥ റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലിസ്മിൻ ഹുവലക്, നിനക്കുള്ള എല്ലാ പേരുകൊണ്ടും. അസ്മാഉല്ലാഹിൽ ഹുസ്ന, ഏതാ എല്ലാ പേരും? സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്ക് സ്വയം വിളിച്ച പേരുകളുണ്ടല്ലോ. ഔ അൻസൽതഹു ഫീ കിതാബിക്, നിന്റെ ഗ്രന്ഥത്തിൽ നീ അവതരിപ്പിച്ച പേരുകളുണ്ടല്ലോ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ല നിന്റെ സൃഷ്ടികളിൽ ഒരുത്തന് നീ പഠിപ്പിച്ച പേരുണ്ടല്ലോ. ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, നിന്റെ ഇൽമുൽ ഗൈബിൽ നീ സൂക്ഷിച്ചു വെച്ച പേരുകളുണ്ടല്ലോ. ആ പേരുകളെ കൊണ്ട് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, ഈ പരിശുദ്ധ ഖുർആൻ എന്റെ മനസ്സിനൊരു വസന്തമാക്കി തരണമേ. വനൂറ സദ്രി, എന്റെ നെഞ്ചകത്ത് പ്രകാശമാക്കി തരണമേ. വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, ഹുസ്നും ഹമ്മും പോകാൻ റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന. ആരോട്? അല്ലാഹുവിനോട്. പ്രാർത്ഥിച്ചോളി കൂട്ടരെ. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിക്കുന്നു. മാത്രമല്ല, ലോകത്ത് സഹോദര ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, മനുഷ്യ ജീവിതത്തിന് സകലമാന മാതൃകകളും കാണിച്ചു തന്ന മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു,
എന്തേ? നിങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ മാനസിക പ്രയാസം അല്ലാഹു മാറ്റിത്തരാതിരിക്കുകയില്ല. വഅബ്ദലഹു മകാനഹു ഫറജ. ആ സ്ഥലത്ത് നിങ്ങൾ അനുഭവിച്ച ദുരിതത്തിന്റെയും പ്രയാസത്തിന്റെയും സങ്കടത്തിന്റെയും കഷ്ടപ്പാടിന്റെയും മാനസിക വ്യഥകളുടെയും സ്ഥാനത്ത് നിങ്ങൾക്ക് ആശ്വാസം തരാതിരിക്കില്ല. ആരാ പറഞ്ഞത്? മുജാഹിദുകൾ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല, ഏതെങ്കിലും സലഫികളോ സലാഹികളോ പറഞ്ഞതല്ല. മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ ദുർബലന്മാരാണ്. മാനസിക പ്രയാസം വരും, ശാരീരിക ബുദ്ധിമുട്ട് വരും, വസ്വാസുകൾ വരും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരും. അല്ലാഹു തആല നമ്മളെ അങ്ങനെയല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത്? അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചതും അതല്ലേ? നമ്മൾ ലഈഫുകളാണ്, ദുർബലന്മാരായാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ദുർബലന്മാരായി നമ്മളെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചത് വഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായ. ആ ദുർബലതക്ക് ആ ദുർബലതയിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾക്കും മോചനം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മാത്രമാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യനെക്കുറിച്ച്, ഫഇന്നൽ ഇൻസാന ദഈഫുൽ ബുനിയ ദഈഫുൽ ഖുവ്വ ദഈഫുൽ ഇദാറ ദഈഫുസ് സബ്ർ. അല്ലാഹു അക്ബർ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ അറിയണം, മനുഷ്യന്റെ മനസ്സിനെ ഇത്രമാത്രം പഠിക്കുകയും സംഗ്രഹിക്കുകയും മനസ്സിന്റെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി നിർദ്ദേശിക്കുകയും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പ്രതിവിധി നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു പണ്ഡിതനെ ലോകത്ത് കാണാൻ സാധ്യമല്ല. അദ്ദേഹം പറയുന്നു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യൻ ദുർബലനാണ്, എല്ലാ നിലക്കും ദുർബലൻ, ആകാരത്തിൽ ദുർബലൻ, ശക്തിയിൽ ദുർബലൻ, ചിന്തയിൽ ദുർബലൻ, ക്ഷമയിൽ ദുർബലൻ, വിചാരങ്ങളിൽ ദുർബലൻ, ആകെ ദുർബലൻ. ആ ദുർബലമത മാറാൻ ഏക വഴി അള്ളാഹുവിലേക്ക് മടങ്ങൽ മാത്രമാണ്. ആലോചിക്കുക, വേറെ വഴിയില്ല. അള്ളാന്റെ അടുത്തേക്ക് പോകുക. നമ്മൾ വേറുള്ളതൊക്കെ ഒഴിവാക്കി. നമുക്ക് പറ്റൂല പോകാൻ, നമുക്കറിയാലോ പറ്റൂല എന്നുള്ളത്. എവിടെ പോയാലും തന്നെ 40 ദിവസത്തെ നിസ്കാരം പോയി. ഞങ്ങളോട് പഠിപ്പിക്കണ്ടല്ലോ, പോയാൽ തന്നെ പോയി 40. മുസ്ലിം മനസ്സിലാക്കണം, മുസ്ലിമിന് അമ്മയില്ല, അച്ഛനില്ല, പൂജാരിയില്ല, ജ്യോത്സ്യനില്ല, ഇതൊന്നും മുസ്ലിമിനില്ല. മുസ്ലിമിനുള്ളത് അള്ളാഹുവാണ്. ഈ സാധനങ്ങളുടെ ആരുടെ അടുത്തൊക്കെയെങ്കിലും മുസ്ലിം പോയാൽ മതി, 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കൂല. പോയാ മതി. ഇനി കേട്ടോ, പോയിട്ട് അവന്മാര് പറയുന്നത് വിശ്വസിച്ചാലോ? എന്താ അറിയോ? മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വാക്കെന്താ? കടുപ്പമുള്ള വാക്കാ. റസൂലുള്ള ആ വാക്ക് പറഞ്ഞത് കുറച്ച് സ്ഥലത്താ. എന്താ പറഞ്ഞതെന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, കാഫറായിരിക്കുന്നു. പോകാൻ പറ്റൂല. ആരാ പറഞ്ഞത് പോകാൻ പറ്റൂ? ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്കാണ് സഹോദരന്മാരെ നമ്മൾ പോകേണ്ടത്. ആ ഒരു പോക്കിനെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ഇനി നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ പറഞ്ഞപ്പോൾ ഭൗതികമായ വിഷയത്തിൽ പോലും, ഇനി മനുഷ്യനുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. മനുഷ്യന് പേടി വരും, ബേജാറ് വരും, അല്ലേ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ആ ഹദീസിൽ കാണാം ആ വിഷയം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ വാക്കില്ലേ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടെന്നോ, മഹാനായ നമ്മുടെ നേതാവിനോട് ജനങ്ങൾ വന്ന് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. മുഹമ്മദ് നബി, മദീനയിലുള്ള മുഴുവൻ ജനങ്ങളും താങ്കൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, പേടിക്കുക. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. നമുക്ക് വേറെ ആരെയും വേണോ? അള്ളാഹു മതി കൂട്ടരെ.
ഹസ്ബുനല്ലാഹ്, അല്ലാഹു മതി നമുക്ക്. വനിഅ്മൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അല്ലാഹുവാണ്. അല്ലാഹുവാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത്. നാം അത് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഇമാം അബൂദാവൂദും നസായിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ മൂസാ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ഇദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, കാന ഇദാ ഖാഫ ഖൗമൻ, ഒരു സമൂഹത്തെ റസൂലുള്ളാഹി ഭയപ്പെട്ടാൽ, ഖാല, ഭയം വന്നാൽ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിച്ചു റസൂലുള്ളാഹി. കേൾക്കണം, മുസ്ലിം പേടിച്ച് അരണ്ടു പോകേണ്ടവനല്ല. ആരെയും പേടിക്കണ്ട. നമ്മൾ അള്ളാനെ പേടിക്കണ്ടുള്ളൂ. എന്നിട്ടോ പേടി വന്നാൽ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. എന്ത്? അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം, അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുമ്മ, നോക്കണം, പേടി വന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് അല്ലാഹുവാണ്. അല്ലാഹുമ്മ അല്ലേ? എന്തുകൊണ്ടാ സഹോദരന്മാരെ ഇങ്ങനെ പറയുന്നത്? നമ്മൾ അറിയേണ്ട വസ്തുതയുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ബിശൈഇൻ ഇല്ലാ കതബഹു അല്ലാഹു അലൈക. അല്ലയോ ഇബ്നു അബ്ബാസ്, സമൂഹം മുഴുവൻ നിന്നെ നശിപ്പിക്കാനും ഉപദ്രവിക്കാനും ഉദ്ദേശിച്ചാൽ പോലും അവർക്ക് പറ്റില്ല. ഇല്ലാ ബിശൈഇൻ കതബഹു അല്ലാഹു അലൈക, അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ നടക്കൂല. അല്ലാഹു നിശ്ചയിച്ചതേ നടക്കൂ. അല്ലാഹു നിശ്ചയിച്ചത് നമ്മൾ ബേജാറായ ഓടോ? ഇല്ല. അല്ലാഹു നിശ്ചയിച്ചത് ബേജാറായ ഓടോ? പേടിച്ച ഓടോ? അസ്വസ്ഥനായ ഓടോ? ഇല്ല കൂട്ടരെ, ഓടൂല. കാരണം നിശ്ചയിച്ചത് അല്ലാഹുവാണ്. അപ്പൊ നമുക്ക് ആ അല്ലാഹുവിനോടാണത് പറയാൻ സാധിക്കേണ്ടത്. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നു, മുസ്ലിമേ, നിന്റെ മനസ്സ് ശാന്തമാകാൻ മുസ്ലിമേ നിന്നെ പഠിപ്പിക്കുന്നു. നിന്റെ കൂടെ ആരുണ്ടെന്നോ? ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റാഹിമീൻ. ആരാ നമ്മളെ കൂടെ ഉള്ളത്? ആരെങ്കിലും ഉണ്ടെന്നാ? ഞാൻ ആരാ ഉള്ളത് എന്ന് പറയില്ല. കാരണം പറഞ്ഞാൽ ആളുകൾക്ക് തോന്നിപ്പോവും എന്നെപ്പറ്റി പറഞ്ഞതാണോ. ഞാൻ ഒരു കാര്യം പറയാം, അല്ലാഹു തആല പറയുന്നു, ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ, അല്ലാഹുവാണ് നമ്മുടെ കൂടെയുള്ള സംരക്ഷകൻ. അതോ ഖൈറുൻ ഹാഫിളാ, അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി വേറുണ്ടോ കൂട്ടര്? അതാണ് കാരണം. വഹുവ അർഹമുർ റാഹിമീൻ, അവനാണ് കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവൻ. നമ്മുടെ ഹാഫിൾ ആരാ? നമ്മളെ സംരക്ഷിക്കുന്നതാരാ? നമ്മളെ ശ്രദ്ധിക്കുന്നതാരാ? നമ്മുടെ സെക്യൂരിറ്റി ആരാ? ഫല്ലാഹ്. പോണോ അവിടുന്ന് പുറകോട്ട്? ചിന്തിച്ചോ? നമുക്ക് പോകാൻ പറ്റില്ല സഹോദരന്മാരെ. നമ്മുടെ ഈമാൻ അതിന് നമ്മളെ സമ്മതിക്കരുത്. നമ്മുടെ തൗഹീദ് അതിന് നമ്മളെ സമ്മതിക്കരുത്. നമുക്കറിയാം, ദുരിതങ്ങളും പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള പ്രശ്നങ്ങളും വന്ന ഒരുപാട് രംഗം ജീവിതത്തിൽ അമ്പിയാക്കന്മാർ അനുഭവിച്ചത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂസ അലൈഹിസ്സലാം ബഹറിന്റെ അടുത്ത് എത്തിയല്ലോ, അല്ലേ? എത്തിയപ്പോ കൂടെയുള്ള വിശ്വാസികൾ പറഞ്ഞതെന്താ? ഇന്നാല മുദ്റകൂൻ. കഥ നിങ്ങൾക്കറിയാലോ. ഇപ്പൊ പിടിക്കും കേട്ടോ മൂസ, നമ്മളെ പിടികൂടുകയാണ് കേട്ടോ. അപ്പോഴോ മൂസ നബി പേടിച്ചോ? അസ്വസ്ഥനായോ? ബേജാറായോ? മൂസാ നബി പറഞ്ഞു, കല്ല, നമ്മളെ പിടിക്കേ, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. പിടിക്കൂല. എന്താ? എന്റെ കൂടെയുള്ളത് എന്റെ റബ്ബാ. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പിടിക്കണ പ്രശ്നമില്ല. നോക്ക് നിങ്ങൾ ആ ഒരു ശക്തി. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോഴുള്ള കഥ നിങ്ങൾക്കറിയില്ലേ? അബൂബക്കർ സിദ്ദീഖ് എന്ന പൊന്നാര കൂട്ടുകാരൻ പേടിച്ചു പറച്ചു നിൽക്കുക. കാരണം ഖുറൈശി കിങ്കരന്മാർ റസൂലുള്ളാഹിന്റെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. തലയും തെരഞ്ഞ് ചട്ടമ്പികൾ നടന്നു നീങ്ങുന്നു.
അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ ഗുഹയിലിരിക്കുമ്പോ സൗർ ഗുഹയിലിരിക്കുമ്പോ കാണുകയാണ് അവരുടെ കാലുകൾ. പേടിച്ചു. അപ്പോൾ മഹാനായ നമ്മുടെ നേതാവ് പറഞ്ഞ വാചകം പോരെ നമുക്ക് പ്രിയപ്പെട്ടവരെ? എന്താണ് നമ്മുടെ നേതാവ് വിശദീകരിച്ചത്? ലാ തഹ്സൻ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പോരെ നമുക്ക്? ആര് നമ്മളെ സഹായിക്കും നമ്മൾ വിചാരിക്കണം? അല്ലല്ലാതെ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അറിയണം നിങ്ങൾക്ക്, കിസ്റയും കൈസറും, ലോകത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായ കിസ്റയും കൈസറും റസൂലുള്ളാഹിന്റെ സന്ദേശത്തിന് മുമ്പിൽ മുട്ടുപിറച്ചത് എന്താ? റസൂലുള്ളാഹി വലിയ യോദ്ധാവായിരുന്നോ? ആയിരുന്നോ? വേറെ ഏതെങ്കിലും ഒരു കിസ്റയുടെയോ വേറെ ഏതെങ്കിലും അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തിന്റെ നായകനായിരുന്നോ? അല്ല, അള്ളാന്റെ ശക്തിയാ, അള്ളാഹുവിന്റെ ശക്തിയാണ് നമ്മളറിയണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ നമ്മൾ പേടിച്ചു പോകരുത്. നമ്മൾ പേടിച്ചു പോകരുത്. ആ ഒരു തരം ഓലപ്പാമ്പുകൾക്കും നശിപ്പിക്കാൻ സാധിക്കാത്തതാകണം നമ്മുടെ ശക്തിയുള്ള വിശ്വാസം, നമ്മുടെ ഈമാൻ. അത് നാം മനസ്സിലാക്കുക. അതാണ് ഈ വിഷയത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായതും. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനം ആരെയെങ്കിലും ശത്രുക്കളായി കാണുകയില്ല. അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് ശത്രുക്കളില്ല. ആരും നമ്മളെ ശത്രുവല്ല. ഒരാൾ മാത്രം. അതാരാ? ശൈത്താനാണ്. കാരണം എന്താ? ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. നമ്മളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, പരിഹസിച്ചാൽ, തോന്നിയാസം വിളിച്ചാൽ, അത് പ്രചരിപ്പിച്ചാൽ, കല്ലെടുത്തെറിഞ്ഞാൽ, ഏറിന് വന്നാൽ, അടിക്ക് വന്നാൽ, ഷണ്ടക്ക് വന്നാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈ മാർഗത്തിൽ അമ്പിയാക്കന്മാർ അനുഭവിച്ചതാണ്, സഹാബത്ത് അനുഭവിച്ചതാണ്. ഇത് ഈ പ്രബോധനത്തിന്റെ ചരിത്രമാണ് എന്ന് വിശ്വസിക്കും. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതല്ലാതെ നമുക്കാരോട് ശത്രുതല്ല. ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്, ഇസ്ലാഹി പ്രസ്ഥാനം ഈ രൂപത്തിൽ സംഘടിപ്പിച്ചതും ഒരൊറ്റ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നമുക്കൊന്നിച്ച് സ്വർഗത്തിലേക്ക് പോകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രസ്ഥാനത്തെ അകലെ നിന്ന് ശ്രദ്ധിക്കുന്നവരെ, അടുത്തു നിന്ന് ശ്രദ്ധിക്കുന്നവരെ, ഈ പ്രസ്ഥാനത്തിന്റെ അകത്തിരിക്കുന്നവരെ, എല്ലാവരോടും പറയാനുള്ളത് ഒന്നാണ്. ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം മുമ്പോട്ട് വെക്കുന്നത് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്നാൽ ലഭിക്കുന്നത് സ്വർഗം മാത്രമാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. വേറെ ഒന്നും ഉണ്ടാവില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കൂക്കുവിളികളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരും. പക്ഷേ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗം കിട്ടും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമുക്ക് സ്വർഗം കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തരും. കാരണം അല്ലാഹുവിന്റെ ദീനിനെ അതിന്റെ തനതായ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ അതിന്റെ ദഅവത്ത് നിർവഹിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് ഇസ്ലാഹി പ്രസ്ഥാനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു ദൗത്യത്തിൽ നിന്ന് നാം പുറകോട്ട് പോകാൻ പാടില്ല ഒരിക്കലും. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ. അതല്ലാതെ നമുക്ക് യാതൊരു ക്വാളിറ്റിയും വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ ഈ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടുന്നത്. അതാണല്ലോ അള്ളാഹ് പഠിപ്പിച്ചത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. പക്ഷെ പലപ്പോഴും ഒരു സങ്കടം എന്ന നിലക്ക് പറയട്ടെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർക്ക് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാറുണ്ട്. അത് മുഅ്മിനുകളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കണം. അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ആ കാര്യങ്ങൾ എൻ്റെ പൊന്നു സഹോദരന്മാരെ, ആരോടെങ്കിലുമുള്ള വെറുപ്പല്ല, വിദ്വേഷമല്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ഈ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ആദർശം സമൂഹത്തിന് മുമ്പിൽ എത്തിക്കേണ്ട ബാധ്യതയുള്ളവരാണ്. അത് നിർവഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ബാധ്യത തീരൂ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം പറയുകയാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കാനാവണം.
എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും? ചില്ലറ ചില്ലറ വിഷയങ്ങളുടെ പേരിൽ നമ്മൾ പരസ്പരം വെറുക്കുകയാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം വെറുക്കുകയാണ്, മുഅ്മിനീങ്ങൾ പരസ്പരം വെറുക്കുകയാണ്, മുവഹിദുകൾ വെറുക്കുകയാണ്. നമുക്ക് പാടുണ്ടോ വെറുക്കാൻ? പാടില്ല. പിന്നെന്തുകൊണ്ടാ ഇത്തരത്തിലുള്ള ഒരു വെറുപ്പ് കടന്നു വരുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമുക്ക് സഹോദരന്മാരെ, ഒന്നാമതായി വേണ്ടത്, ഞാൻ ഇതുവരെ നിങ്ങളോട് 1.5 മണിക്കൂറോളം സമയം സംസാരിച്ച ഈ കടുപ്പമുള്ള ശക്തിയുള്ള പടച്ചറബുമായുള്ള ബന്ധമാണ്. അള്ളാഹുമായി അങ്ങേയറ്റത്തെ ബന്ധം. നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം. ഞാൻ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് എനിക്ക് തരും എന്നുള്ള ഉറപ്പ് വേണം. നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. അള്ളാഹിനെ കുറിച്ച് നമുക്ക് നോക്കി, നിങ്ങൾ ഇപ്പുറത്തിരിക്കണ ഇദ്ദേഹം ഒരു പണക്കാരനാണെങ്കിൽ ഞാനൊരു 1000 രൂപ കടം ചോദിച്ചാൽ അദ്ദേഹം തരുമെന്നതിന് ഉറപ്പുണ്ടല്ലോ, അല്ലേ? അതിനേക്കാൾ 100 മാറ്റുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. എന്റെ റബ്ബിനോട് റഹീമായ വദൂദായ സ്നേഹനിധിയായ കാരുണ്യവാനായ എന്റെ റബ്ബ് ഞാൻ എന്ത് ചോദിച്ചാലും തരും. അതാണ് കടുപ്പമുള്ള ആ ഒരു തൗഹീദ്. നമുക്ക് എല്ലാറ്റിൻ്റെയും മുമ്പ് ചോദിക്കാൻ സാധിക്കേണ്ടതും അള്ളാഹുവിനോടായിരിക്കണം. അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ, അള്ളാഹുവാണ് എല്ലാം തടയുന്നവൻ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത്. ആലോചിക്കണം, അതിന്റെ അർത്ഥം എന്താ? വലാ മുഅ്തിയ ലിമാ മനഅത്. അല്ലാഹ് അല്ലാതെ നൽകുന്നവനില്ല, അല്ലാഹു അല്ലാതെ തടയുന്നവനുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്നാമത്തെ വിഷയം കടുപ്പമുള്ള തൗഹീദാണ്. ആ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ആ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് അടുപ്പമുണ്ടാകും, സ്നേഹമുണ്ടാകും, ഒന്നിക്കും നാം. ആ തൗഹീദിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ന്യൂനത വന്നാലോ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഷയം ഈമാനും അമലുസ്സാലിഹുമാണ്. ഈമാനും അമലുസ്സാലിഹ് രണ്ടും ദീർഘമായ വിഷയമാണ്. വളരെ പരത്തി ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതാണ്. ഒരൊറ്റ ആയത്ത് മാത്രം ഞാൻ പറയാം. സൂറത്ത് മറിയമിലെ 96-ാമത്തെ വചനം അല്ലാഹു തആല പഠിപ്പിക്കുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. സ്നേഹമുണ്ടാകാൻ എന്താ മാർഗം? ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, അല്ലാഹു അവർക്ക് സ്നേഹമുണ്ടാക്കും. അല്ലാഹ് ഉണ്ടാക്കണം കേട്ടോ. നമ്മളാരും വിചാരിച്ചാൽ നടക്കൂലത്. നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ വാക്ക് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. എന്ത് വേണം? ഈമാനും വേണം, അമലുസ്സാലിഹത്ത്. എന്താ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയമാണ്, പറഞ്ഞാൽ അവസാനിക്കാത്ത വിഷയവും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അന്തസ്, അഭിമാനം, നമ്മുടെ ജീവവായു പോലെ സുപ്രധാനമായതാണ് നമുക്ക് ഈമാൻ. അതുകൊണ്ടാണ് ഈമാനെ കുറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം, അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ ചിലപ്പോൾ അങ്ങനെ കൂടും, ചിലപ്പോൾ കുറയും. മനുഷ്യനുണ്ടാകേണ്ട ഒരാത്മവിശ്വാസം തന്നെയാണ് ഈമാൻ. യസീദു വയൻഖുസു, കൂടും ചെയ്യും, കുറയും ചെയ്യും. അൽ ഈമാനു, ഈമാനെ കുറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത് ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഖൗലുൻ ബിൽ ലിസാൻ, അമലുൻ ബിൽ ജവാരിഹ്. മനസ്സുകൊണ്ടുള്ള കടുപ്പമുള്ള വിശ്വാസം, നാവുകൊണ്ടുള്ള വാക്കുകൾ, അവയവങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനം. ഇത് മൂന്നും കൂടിച്ചേർന്ന കടുപ്പമുള്ള, വിവരണങ്ങൾക്ക് അതീതമായ ശക്തിയുള്ള ഊർജമാണ് ഈമാൻ. അതിന്റെ കൂടെ എന്ത് വേണം? സൽക്കർമ്മം വേണം. അതുകൊണ്ടാണ് ഈമാൻ പറയുന്നിടത്തൊക്കെ എന്തുണ്ട്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, അല്ലേ? എല്ലായിടത്തും ഉണ്ട്. എന്താ കിട്ടുക? കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ജന്നാത്തുൽ ഫിർദൗസി, അള്ളാഹു നമ്മെ അതിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ്,
ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. ഫിർദൗസ് എന്താ? ഫിർദൗസ് റസൂലുള്ള പറഞ്ഞു നമ്മളോട്, നിങ്ങൾ ചോദിക്കണം സ്വർഗത്തെ, ചോദിക്കുമ്പോൾ ചോദിക്കേണ്ടത് ഫിർദൗസ് ആയിരിക്കണം. എന്താ കാരണം? അൽ ഫിർദൗസു അലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ളതാണ് എന്ത്? ഫിർദൗസ്. അല്ലാഹു അതിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരന്മാരെ, സ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈമാനും അമലുസ് സാലിഹത്തും ഉണ്ടാകണം. അപ്പോഴേ നമുക്ക് ഐക്യമുണ്ടാകൂ, സ്നേഹമുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴെങ്കിലും നമ്മുടെ സ്നേഹത്തിലും ബന്ധത്തിലും രമ്യതയിലും യോജിപ്പിലും ഊഷ്മളതയിലുമൊക്കെ വല്ല ന്യൂനതയും തകരാറും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം ആലോചിക്കേണ്ടത്, ഒന്ന് തൗഹീദിൽ കുഴപ്പമുണ്ടോ നോക്കണം, രണ്ട് ഈമാനും അമലുസ് സാലിഹാത്ത്. എന്താ കാരണം? മഹാനായ റസൂലുള്ള പഠിപ്പിക്കുന്നത് കേട്ടോ, ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീൽ. അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ വിളിക്കും. അറിയാലോ നിങ്ങൾക്ക് ഹദീസ്, വിശദമായ ഹദീസാണ്. എന്നിട്ട് അല്ലാഹു പറയും, അല്ലയോ ജിബ്രീൽ, ഞാൻ ഇന്ന ആളെ സ്നേഹിക്കുന്നു, നീ അയാളെ സ്നേഹിക്കണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അയാളെ സ്നേഹിക്കും. സുമ്മ യുനാദി ഫിസ്സമാ, എന്നിട്ട് ആകാശലോകത്ത് ജിബ്രീൽ വിളിച്ചു പറയും, ഇന്നല്ലാഹ തആല യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു. അല്ലാഹു തആല ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, അപ്പോൾ ആകാശലോകത്തുള്ളവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, അങ്ങനെ ഭൂമിയിലേക്ക് ആ ഇഷ്ടം ഇറങ്ങി വരും. അങ്ങനെയാണ് ഇഷ്ടം, അതാണ് സ്നേഹം. അപ്പൊ എവിടുന്ന് വരണം? എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ ചിരിയല്ല, എന്റെ സൗന്ദര്യമല്ല, എന്റെ പേഴ്സണാലിറ്റി അല്ല, എന്റെ തടിമിടുക്കല്ല, എന്റെ ഊർജ്ജസ്വലതയല്ല നമ്മളെ പരസ്പരം ഇഷ്ടപ്പെടുത്തുന്നത്, നമ്മളെ പരസ്പരം രഞ്ജിപ്പിലാക്കുന്നത്, നമ്മളെ പരസ്പരം സ്നേഹിപ്പിക്കുന്നത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് ആകാശ ലോകത്ത് നിന്ന് പടച്ചറപ്പിന്റെ തീരുമാനമാണ്. മനസ്സിലായില്ലേ? പ്രശ്നം അവിടെയാണ്. അതാണ് പ്രശ്നം, വേറൊന്നും ഒരു പ്രശ്നമില്ല. ആരും ബേജാറാണ്ട, ഒരു പ്രശ്നമില്ല. പ്രശ്നം അടിസ്ഥാനമാണ്. പ്രശ്നം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൗഹീദ് പരിശോധിക്കണം, നമ്മുടെ ഈമാൻ പരിശോധിക്കണം, നമ്മുടെ അമലുസ് സാലിഹാത്ത് പരിശോധിക്കണം. മൂന്നാമത്തെ വിഷയം, നമുക്ക് സ്നേഹമുണ്ടാകണം. അല്ലേ? റസൂലുള്ള പറഞ്ഞു തന്ന എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയോ? വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഈമാൻ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ്. പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾ എന്നെയും സ്നേഹിക്കണം. എന്താ സ്നേഹത്തിന്റെ അടയാളം? സ്നേഹത്തിന്റെ അടയാളം എന്താ? വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. സ്നേഹത്തിന്റെ അടയാളം അതാ. നമ്മൾ പരസ്പരം ഉറ്റമിത്രങ്ങൾ, ഔലിയാക്കന്മാരാ. എന്താ അടയാളം? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്നെ നിങ്ങൾ വെറുക്കരുത് കേട്ടോ, ഞാൻ നിങ്ങളെ വെറുക്കരുത് കേട്ടോ, നമ്മൾ പരസ്പരം വെറുക്കരുത് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടണം. ആ ഇഷ്ടമാണ് നന്മ കൽപ്പിക്കാൻ പ്രേരകം. ആ ഇഷ്ടമാണ് തിന്മയിൽ നിന്ന് നിങ്ങളെ തടയാൻ പ്രേരകം. അതുകൊണ്ട് തന്നെ അത് ആരോഗ്യമുള്ള ഭാഷയിലായിരിക്കണം, മാന്യതയുള്ള ഭാഷയിലായിരിക്കണം. ഇഷ്ടമല്ലാത്തപ്പോഴാണ് എന്ത് വരിക? മാന്യതല്ലാത്ത ഭാഷ വരിക. അല്ലേ? സത്യം പറഞ്ഞ് നമ്മൾ ചില ആൾക്കാരെ ചീത്ത പറയലുണ്ടല്ലോ. എപ്പോഴാ ചീത്ത പറയല്? ഇഷ്ടം പോകുമ്പോഴാ. എന്റെ സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ, മുസ്ലിമുകളെ, മുവഹിദുകളെ, മുജാഹിദുകളെ, നമ്മൾ അറിയണം, നമ്മൾ ഇഷ്ടം പോകാൻ പാടുണ്ടോ? പോകാൻ പാടില്ല. നമ്മുടെ ഇഷ്ടം പോകാൻ പാടില്ല. എന്താ കാരണം? റസൂലുള്ള പറയുകയാണ് കേട്ടോ, വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ. പരസ്പരം സ്നേഹിക്കുന്നത് വരെ മുഅ്മിനാവുകയില്ല. നമ്മളെ സ്നേഹം പോകാനുള്ള വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കഴുകിക്കളയണം.
ഞാനിത് പച്ചയായി പറയുകയാണ്. ഒരു മനുഷ്യനോടും എനിക്കൊരു വിരോധവുമില്ല, ആരോടും ഒരു വെറുപ്പുമില്ല, ആരെയും ഞാൻ മുശ്രിക്കാക്കുകയില്ല, ആരെയും കാഫറാക്കുകയില്ല, ആരും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയുകയില്ല. പറയേണ്ടവരല്ല നാം. നമ്മുടെ ബാധ്യത എന്താ? കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആളുകളെ മുശ്രിക്കാക്കാനല്ല, ആളുകളെ കാഫറാക്കാനല്ല, ആളുകളെ എവിടെ നിന്നെങ്കിലും എവിടേക്കെങ്കിലും കൊണ്ടുപോകാനല്ല, നന്മയിലേക്ക് കൊണ്ടുവരാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ശ്രദ്ധിക്കണം. ഈ പ്രസ്ഥാനത്തിന് അതിൻ്റെ 1-ാം തീയതി മുതലുള്ള ആദർശമാണ് ഇന്നുമുള്ളത്. ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുവെങ്കിൽ തിരുത്തണം. നമുക്ക് ഒരുമിച്ച് ചേർന്നിരിക്കാം, സംസാരിക്കാം. എവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര പ്രശ്നം? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എൻ്റെ നേതാവ് പഠിപ്പിക്കുന്നത് വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മുഅ്മിനാകാൻ പറ്റില്ല. ഇനി കേട്ടോ, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. ഏതാ സ്നേഹം? ഏതാ കാര്യം? അഫ്ശുസ്സലാമ ബൈനക്കും. എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിച്ചതാ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ സലാമിന് ഊഷ്മളത നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ സലാമിന് സ്നേഹം നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ സലാമിന് ഈമാൻ നഷ്ടപ്പെട്ടു പോയി. അതൊരു കേവലം വിഷിംഗ് മാത്രമായി. മുസ്ലിം അല്ലേ, കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യണ്ടേ? സലാം അലൈക്കും. മനസ്സിൽ കടുപ്പമുള്ള അസൂയയാണ്, വെറുപ്പാണ്, വിരോധമാണ്, വിദ്വേഷമാണ്, സ്നേഹമില്ല. മനസ്സിന്റെ മൂലയിൽ എവിടെയെങ്കിലും സ്നേഹത്തിന്റെ ഒരു ചെറിയ പൊട്ടുപോലും ഇല്ല. പറയാം അസ്സലാമു അലൈക്കും, കിട്ടോ? കിട്ടൂല. അസ്സലാമു അലൈക്കും എന്നുള്ളത് ഒരു കടുപ്പുള്ള വാക്കാ. അതെന്തിനുള്ളതാ? അത് സ്നേഹമുണ്ടാക്കാനുള്ളതാ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹാനായ നേതാവ് വീണ്ടും പഠിപ്പിക്കുന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുസല്ലിമു. അറിയണം, നിങ്ങളാരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയണം. പരസ്പരമുള്ള രക്ഷയെക്കുറിച്ചുള്ള ചിന്ത വേണം. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ വലാ തുസല്ലിമു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാലല്ലാതെ നിങ്ങൾക്ക് സലാം പറയാനൊക്കില്ല, മുസ്ലിമാകാനൊക്കില്ല, സുരക്ഷിതത്വമുള്ളവനായി നിങ്ങൾ മാറുകയില്ല. അതുകൊണ്ട് അഫ്ശുസ്സലാമ തഹബ്ബു, നിങ്ങൾക്ക് സലാം പ്രചരിപ്പിച്ച് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. ഇനി അടുത്ത വാചകം എന്താ അറിയോ? വഇയ്യാകും വൽ ബുഗ്ള, കോപത്തെ, വിദ്വേഷത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ. ഫഇന്നഹാ ഹിയൽ ഹാലിഖ, അത് നിങ്ങളെ മുരടിപ്പിക്കും കേട്ടോ, നിങ്ങളെ ആകെ ഷണ്ടന മുടി അത് വരണ്ട് കളയും കേട്ടോ. എന്താ വരണ്ട് കളയാ? എന്താ വരണ്ട് കളയാ? ലാ അഖൂലു ലക്കും തഹ്ലിഖു ശഅർ, നിങ്ങളുടെ തലയിലുള്ള മുടിയല്ല വരണ്ടുക, വലാകിൻ തഹ്ലിഖു ദീൻ, നിങ്ങളുടെ ദീൻ അത് നശിപ്പിക്കും. ഏത്? വെറുപ്പ്. വേണോ നമുക്ക് വെറുപ്പ്? ചിന്തിച്ചോളൂ. ഇതാരോടുമുള്ള സംസാരമാണ്. ഒരു തുറന്ന മനസ്സോടെ ഈ സഹോദരന്റെ മനസ്സിൽ നിന്ന് എല്ലാവരോടുമുള്ള സംസാരം. നമുക്ക് വെറുപ്പ് വേണോ? വിദ്വേഷം വേണോ? നമ്മുടെ ദീൻ നശിപ്പിച്ച് കളയുന്ന വിദ്വേഷം പറ്റുമോ നമുക്ക്? മഹാനായ നമ്മുടെ നേതാവിന്റെ വാക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൂന്നാമത്തെ വിഷയം ഗൗരവമുള്ളതാണ്. നമ്മുടെ സലാമുകളാകണം. സലാമുകളാകണമെങ്കിൽ റസൂലുള്ള പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാതെ സലാം പറയാനൊക്കില്ല, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനാകാനൊക്കില്ല, നിങ്ങൾ മുഅ്മിനാകാതെ സ്വർഗത്തിലേക്ക് എത്തുകയില്ല. നിങ്ങൾ ക്രോധത്തെ, കോപത്തെ, വെറുപ്പിനെ സൂക്ഷിക്കണം. ആ വെറുപ്പ് നിങ്ങളുടെ ദീനിനെ നശിപ്പിച്ചു കളയും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രശ്നം അവിടെയാണ്. അതുകൊണ്ട് പരിശോധിക്കണം. നാലാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്കിടയിൽ സ്നേഹമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ, യോജിപ്പുണ്ടാകാൻ, രഞ്ജിപ്പുണ്ടാകാൻ, ഒരേ മനസ്സോടെ നമുക്ക് പ്രവർത്തിക്കാനാകാൻ അള്ളാഹുവിന്റെ കൽപ്പന എന്താ അറിയോ? വഖൂലൂ ലിന്നാസി ഹുസ്നാ, നിങ്ങൾ മനുഷ്യരോട് നല്ലത് പറയണം. ഹുസ്നാ, സംസാരം നല്ലതായിരിക്കണം,
ചീത്ത പറയാൻ നമുക്ക് പാടില്ല, ശകാരിക്കാൻ നമുക്ക് പാടില്ല, ഏഷണി പറഞ്ഞുകൂടാ, പരദൂഷണം പറഞ്ഞുകൂടാ. എന്തെങ്കിലും വിഷയത്തിന് പരസ്പരം തെറ്റിയാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൂടാ. ആരോടും പാടില്ല, ആരോട് പോലും പാടില്ല. വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. അഹ്ലി കിതാബിനോട് പോലും അഹ്സനായതുകൊണ്ടല്ലാതെ ജിദാല് പാടില്ല, തർക്കിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ കൽപ്പന കേട്ടോ. സൂറത്ത് ഇസ്രായിലെ 53-ാമത്തെ വചനം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മനുഷ്യന്മാരെ കുറിച്ച് തോന്നിയാസം പറയുന്നവർ കേട്ടോ, അനാവശ്യമായ വാക്കുകൾ കുത്തി ഉപയോഗിക്കുന്നവർ കേട്ടോ, മുസ്ലിം ശ്രദ്ധിച്ചോ. വഖുൽ, നബിയെ പറയണം, ലി ഇബാദി, എന്റെ അടിമകളോട്, യഖൂലുല്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് മാത്രമേ അവർ സംസാരിക്കാവൂ. കാരണം ഇന്നശ്ശൈത്താന യൻസഗു ബൈനഹും, തീർച്ചയായും പിശാച് അവർക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇന്നശ്ശൈത്താന കാന ലിൽ ഇൻസാനി അദുവം മുബീനാ, ആ ശൈത്താനുണ്ടല്ലോ, അവൻ തീർച്ചയായും മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് കേട്ടോ. അതുകൊണ്ട് എന്ത് വേണം? നല്ല നിലക്കുള്ള വർത്താനം. ആരോട്? ആരോടും. ഖുർആന്റെ പ്രയോഗം നോക്കൂ. ഒരു മനുഷ്യൻ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു വന്നു, നമുക്കവന് കൊടുക്കാൻ നമ്മുടെ കീശയിൽ പണമില്ല. എന്താ വേണ്ടത്? അള്ളാഹുവിന്റെ വാക്കെന്താ? ഫഖുല്ലഹും ഖൗലം മൈസൂറാ, ഫഖുല്ലഹും ഖൗലം മൈസൂറാ. സൂറത്ത് ഇസ്രായേൽ 28-ാമത്തെ വചനം. നിങ്ങൾ അവരോട് നല്ല വാക്ക് പറയും, എളുപ്പമുള്ള വാക്ക്, അതേ പാടുള്ളൂ. അല്ലാത്തത് നമുക്ക് പറഞ്ഞുകൂടാ. നല്ല വാക്ക് എല്ലായിടത്തും. നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ, ദീൻ പ്രബോധനം ചെയ്യുമ്പോൾ, ആർക്കെങ്കിലും പറ്റിയ തെറ്റിൽ നിന്ന് ആരെയെങ്കിലും രക്ഷിക്കാനോ, അവർക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിന്ന് അവരെ സംരക്ഷിക്കാനോ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ സഹോദരന്മാരെ അറിയണം, നല്ല രൂപത്തിലേ പെരുമാറാവൂ, നല്ല രൂപത്തിലേ സംസാരിക്കാവൂ. നമ്മുടെ സംസാരത്തിന് മിതത്വം വേണം, വാക്കുകളിൽ ഇഹ്സാൻ വേണം, നന്മ വേണം, നസീഹത്ത് വേണം. ചീത്തവാക്ക് പ്രയോഗിച്ചുകൂടാ, ദേഷ്യം പിടിച്ചുകൂടാ, ശകാരിച്ചുകൂടാ, തോന്നിയാസം പറഞ്ഞുകൂടാ. അയാളെക്കുറിച്ച് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ എവിടെയെങ്കിലും കേട്ടതുണ്ടെങ്കിൽ അതുപോലും പറഞ്ഞുകൂടാ. അറിയില്ലേ നിങ്ങൾക്ക്, ലോകത്തെ ഏറ്റവും കടുപ്പമുള്ള മുശ്രിക്കാരാ? അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫിർഔനല്ലേ? ആ ഫിർഔന്റെ സമീപത്തേക്ക് ലോകം കണ്ട ഏറ്റവും കടുപ്പമുള്ള ക്ഷമയുള്ള നേതാവെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സർട്ടിഫിക്കറ്റ് നൽകിയ മൂസ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ സഹോദരനും പോവുകയാണ്. ആ സമയത്ത് റബ്ബിന്റെ കൽപ്പന നിങ്ങൾക്കറിയില്ലേ? ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, പോകണം നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുത്തേക്ക്, അവൻ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അതിരുവിട്ടിരിക്കുന്നു. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, അവർ നിങ്ങൾ രണ്ടുപേരും അവനോട് മൃദുലതയുള്ള മാർദ്ധവമുള്ള വാക്ക് പറയണം. ആരോടാ? ഇതിനേക്കാൾ കടുപ്പുള്ള മുശ്രിക്ക് വേറുണ്ടോ കൂട്ടരെ? എന്തിനാ നമ്മളിങ്ങനെ അനാവശ്യത്തിന് പോണത്? ഇത്രേക്കാൾ കടുപ്പുള്ള മുശ്രിക്ക് വേറുണ്ടോ? അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ മുശ്രിക്കിനോട് പറയേണ്ടത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ. എന്നിട്ട് അല്ലാഹ് കാരണം പറഞ്ഞു, ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അറബി ഭാഷ പഠിച്ചവർക്കറിയാം, ലഅല്ലഹു എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് മൃദുലതയാണ്. ലഅല്ലഹു യതദക്കർ, ചിലപ്പോൾ അവൻ ചിന്തിച്ചേക്കാം, അല്ലേ? ഈ ഉത്ബോധനം അവന് ഉപകാരപ്പെട്ടേക്കാം. ആരാ പറഞ്ഞത്? ഉപകാരപ്പെടുകയില്ലെന്നറിയുന്ന അല്ലാഹ് പറയുന്നു. എന്തിനാ? നമുക്ക് മനസ്സിലാകാൻ എങ്ങനെ ചെയ്യണം. അല്ലെങ്കിലോ ഔ യഖ്ശാ, അല്ലെങ്കിൽ നിങ്ങളുടെ മൃദുലതയുള്ള വാക്ക് കേട്ട് അവൻ അതിൽ നിന്ന് പേടിച്ച് പിന്മാറിയേക്കാം. വേറൊരു സ്ഥലത്ത് അല്ലാഹുവിന്റെ വാക്ക് എത്ര മനോഹര അറിയോ? ഫഖുൽ, അവനോട് നിങ്ങൾ ചോദിക്കേണ്ടത് എന്താണെന്നോ? ആരോട്? ഫിറൗനോട്. എന്താ ചോദിക്കേണ്ടത്? എടാ പോക്കിരി ഫിറൗനെ ആണോ? പറ്റൂല. എന്താ വാക്ക്? ഹല്ലക
ഇലാ അൻ തസക്കാ ഔ അഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. ഇതാണ് മുജാഹിദുകളുടെ നയം. നമ്മൾ ആരോടും വേറെ ഭാഷ നമുക്കില്ല, ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ കേരള മുസ്ലിം ഐക്യസംഘത്തിൽ നിന്നാണ് വരുന്നത്. കേരള മുസ്ലിം ഐക്യസംഘത്തെ പറ്റി നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ. ഐക്യം ഉണ്ടാക്കാൻ വന്നവരാ. നമ്മൾ ആരെയും ചീത്ത പറഞ്ഞ് വെറുപ്പിക്കാനുള്ളതല്ല. നമ്മൾ ആരെയും ചീത്ത പറയില്ല. നിങ്ങൾ എത്ര വേണേലും വിളിച്ചോ, തിരിച്ചു വിളിക്കൂല. കാരണം എന്താ? നോക്ക് നിങ്ങൾ, ഫിർഔനോടുള്ള ഭാഷ എന്താണ്? ഹൽ ലക ഇലാ അൻ തസക്കാ വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. അറബി ഭാഷ പഠിച്ചവർ കേട്ടോ, ഹൽ എന്ന പദം എന്തിനുള്ളതാ? ഹൽ അദ്ദാലത്തു അലൽ അർദി വൽ മുശാവറ. ഒരു കാര്യം സ്നേഹത്തോടു കൂടി അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരുമിച്ച് ചേർന്നിരുന്ന ഒരു ചർച്ച, ആ ചർച്ചയ്ക്കുള്ള പദമാണ് എന്ത്? ഹൽ. ഒരു ശക്തിയുള്ള ചോദ്യമല്ല ഇതിലുള്ളത്. ഹൽ ലക ഇലാ അൻ തസക്കാ, നീ നന്നാകണം. ഫിറഔനെ നീ തെറ്റിപ്പോയിട്ടിട്ട് നീ നന്നാകണം എന്നല്ല. ഹൽ ലക ഇലാ അൻ തസക്കാ, നമുക്കൊന്ന് ചിന്തിച്ചൂടെ നന്നാകണതിനെ കുറിച്ച്? ഹൽ ലക ഇലാ അൻ തസക്കാ, അതിന്റെ മൃദുലത നോക്കൂ. വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. തസക്കാ എന്നാ പറഞ്ഞത്. തസക്കാ എന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിച്ച് നന്നാടിനെ കുറിച്ചാ പറയണത്. അതാണ് മുഫസ്സിറുകൾ മുഴുവൻ വിശദീകരിച്ചത് കാണാം. അൻത ബിനഫ്സിക യാ ഫിർഔൻ, ഫിർഔനെ നിനക്ക് സ്വയം ഒന്ന് ചിന്തിച്ച് നന്നായിക്കൂടെ? നോക്കി നിങ്ങൾ, ആ ഒരു രീതി, അതാണ് നമ്മുടെ ഭാഷ. നമ്മളതാണ്, നമുക്കതേ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് നിങ്ങൾ ആലോചിച്ചോക്ക്, എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് വെക്കുക. എനിക്കൊരു തെറ്റ് പറ്റിയാൽ നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ടത് ചീത്ത പറഞ്ഞുകൊണ്ടല്ല, ശകാരിച്ചുകൊണ്ടല്ല. എൻ്റെ വാപ്പാക്കോ ഉമ്മാക്കോ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടല്ല, എൻ്റെ പങ്ങന്മാർക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടല്ല. ഞാൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ ജീവിത ചരിത്രം മുഴുവൻ പരലു നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ദുർബലത എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവന്നിട്ടല്ല. അതല്ല നമ്മുടെ രീതി. റസൂലുള്ള പഠിപ്പിക്കുന്നത്, എൻ്റെ സഹോദരാ, വൽ കലിമതു തയ്യിബതു സദഖത്തുൻ, നല്ല ഒരു വാക്ക് പറയാൻ പറ്റുമോ? അതാണ് സദഖ. ഇത്തഖുന്നാർ, അറിയാലോ നിങ്ങൾക്ക് ഹദീസ്, നരകത്തെ സൂക്ഷിച്ചോ. വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കച്ചൊള കൊണ്ടെങ്കിലും, ഒരു കീറ് കൊണ്ട് കാരക്കത്ത്. ഫമൻ ലം യജിദ്, അതിന് കഴിയില്ലെങ്കിൽ ഫബി കലിമത്തിൻ തയ്യിബ, നല്ല ഒരു വാക്ക്. അതാ വേണ്ട. വലിയ വിഷയമാണ്, പറഞ്ഞാൽ തീരാത്ത വലിയ വിഷയം. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാൻ ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യതഫറഖാ. പഠിച്ചു വെച്ചോ, മുജാഹിദുകൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നു, മുസ്ലിമീങ്ങൾക്കുണ്ടാകേണ്ട ഗുണം, മുഅ്മിനുകൾക്കുണ്ടാകേണ്ട ഗുണം, അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ യൽതഖിയാനി ഫയതസാഫഹാനി, അവർ പരസ്പരം കൈ കൊടുക്കുന്നു. മുസാഫഹത്ത് എന്ന് പറയില്ല നമ്മൾ, ഷെയ്ഖ് ഹാൻഡ് എന്നൊക്കെ പറയുന്ന സാധനം അത്. എന്നാലോ ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യതഫറഖാ, അവർ രണ്ടുപേരും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. വലിയ വിഷയ. അങ്ങനെയല്ല, അസ്സലാമു അലൈക്കും, ഇതല്ല മുസ്ലിമിന്റെ രീതി. കുറെ ദൂരത്തുനിന്നല്ലേ, പ്ലെയിൻ വിഷികല്ല, നമുക്കതില്ല. അടുക്കട്ടെ മനുഷ്യന്റെ തൊലിയും തമ്മിൽ കൂട്ടിമുട്ടട്ടെ. തൊലിയും തമ്മിൽ കൂട്ടിമുട്ടണം. കൂട്ടിമുട്ടിയിട്ട് കയ്യും പിടിച്ചിട്ട് പറയും. എന്താ കാരണം എന്നറിയോ? റസൂലുള്ള പറയുന്നത് കേൾക്കണോ സഹോദരാ? ഇന്നൽ മുഅ്മിന ഇദാ ലഖിയൽ മുഅ്മിന ഫസല്ലമ അലൈഹി, ഒരു വിശ്വാസിയെ കണ്ടുമുട്ടി എന്നിട്ട് സലാം പറഞ്ഞു, ഫഅഖദ ബിയദിഹി ഫസാഫഹഹു, കൈപിടിച്ചു മുസാഫഹത്ത് നടത്തിയാൽ, തനാസറത് ഖതായാഹുമാ കമാ യതനാസറു വറഖുശ് ശജർ, ഒരു ഉണങ്ങിയ വൃക്ഷത്തിലെ ഇലകൾ വീണുപോകുന്നത് പോലെ അവരുടെ രണ്ടുപേരുടെയും പാപങ്ങൾ വീണുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ അറിയണം സഹോദരന്മാരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതാണ്, നമ്മുടെ രീതിയാകേണ്ടതാണ്. അങ്ങനെയാണ് റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചത്. ആറാമത്തെ വിഷയം, ഇതിലേതെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, എവിടേക്ക് നമുക്ക് പോയത്, എന്തുകൊണ്ട് നമുക്ക് വേഗം മനസ്സിലാവും. ഇതിങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും എന്തുകൊണ്ടാ പ്രശ്നം.
ആറാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച ഒരു സ്വഭാവമുണ്ട്. അതെന്താണെന്നറിയോ? അതെന്താ? അത് ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടാൽ, നമ്മളെ ചീത്ത വിളിച്ചാൽ, നമ്മളോട് മോശമായി പെരുമാറിയാൽ, നമ്മളെ തോന്നിയാസം വിളിച്ചാൽ നമ്മുടെ രീതി എന്തായിരിക്കണം? വിശ്വാസികളെ റബ്ബ് പഠിപ്പിക്കുന്നു, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നന്മയും തിന്മയും സമമല്ല. നിന്റെ അടുത്തേക്ക് തിന്മയുമായി ഒരാൾ വന്നാൽ നിന്റെ മറുപടി ഏറ്റവും നല്ലത് കൊണ്ടായിരിക്കണം. فإذا الذي بينك وبينه عداوة كأنه ولي حميم. അത് നിനക്ക് ചെയ്യാനായാൽ നിന്റെയും ഏതെങ്കിലും രൂപത്തിൽ വെറുപ്പുള്ളവന്റെയും ഇടയിൽ കടുപ്പമുള്ള സ്നേഹമുണ്ടാകും. എന്നിട്ട് അല്ലാഹ് തന്നെ പറയുന്നത് എന്തറിയോ? വമാ യുലഖഹ ഇല്ലല്ലദീന സബറു വമാ യുലഖഹ ഇല്ലാ ദു ഹള്ളിൻ അളീം. നല്ല ക്ഷമ ഉള്ളവർക്കും മഹാഭാഗ്യം ചെയ്തവർക്കേ ഇത് ചെയ്യാൻ പറ്റൂ. ഏത്? ഈ അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുഅ്മിനുകളെ, മുവഹിദുകളെ, മുജാഹിദുകളെ, അറിയുക, നമ്മളെ ചീത്ത വിളിച്ചു എന്നത് ചീത്ത വിളിക്കാൻ നമുക്ക് അംഗീകാരമാകരുത് കേട്ടോ. ഒരാൾ നമ്മളെ ശകാരിച്ചാൽ തിരിച്ച് ശകാരിക്കാൻ ഉള്ള ലൈസൻസ് അല്ല അത് കേട്ടോ. നമ്മളെക്കുറിച്ച് ഏഷണി പറഞ്ഞാൽ, പരദൂഷണം പറഞ്ഞാൽ തിരിച്ച് പറയാൻ നമുക്ക് പാടില്ല കേട്ടോ. നമ്മളോട് നമ്മുടെ റബ്ബ് പഠിപ്പിക്കുന്നത് അതാണ് എന്ന് നാം മനസ്സിലാക്കണം. മഹാനായ നേതാവ് നമ്മളെ പഠിപ്പിച്ചതും അതാണ്. വീണ്ടും വീണ്ടും റബ്ബ് നമ്മളോട് പറഞ്ഞില്ലേ? സൂറത്തു ആൽ ഇംറാനിലെ 134-ാമത്തെ വചനം, വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ദേഷ്യം നമുക്ക് മൂടിവെക്കാൻ, ഒതുക്കാൻ കഴിയണം. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയണം. അതല്ലേ റബ്ബ് വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. നല്ല മനസ്സിലാക്കിക്കോ, ഇതൊക്കെ പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിച്ച എന്തിനാന്നറിയോ? നമ്മൾ ശരിയാകാൻ തന്നെ. ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്ക്, മാപ്പ് കൊടുക്ക്. വഅ്മുർ ബിൽ ഉർഫി, നല്ലത് മാത്രം കൽപ്പിക്ക്. വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും ഇങ്ങോട്ട് കിട്ടുന്നത് ചമ്മട്ടി കൊണ്ടുള്ള ഏറാണെങ്കിൽ, പരദൂഷണമാണെങ്കിൽ, ചീത്ത വാക്കുകളാണെങ്കിൽ, പരിഹാസങ്ങളാണെങ്കിൽ, വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഓന്റെ പേരാണ് എന്ത്? ജാഹിൽ. ഓനെ വിട്, ഓന്റെ പിന്നാലെ പോണ്ട. ആ ജാഹിലിന്റെ പിന്നാലെ പോണ്ട എന്നർത്ഥം. നമുക്കത് പാടില്ല. നമ്മൾ സഹോദരന്മാരെ, ഇതായിരിക്കണം നമ്മുടെ രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരിക്കലും ഒരു കുറവും കൊണ്ട് വരുത്തൂല. അത് നമ്മൾ അറിയണം. ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ളതാണ്, നമ്മളങ്ങനെ മോശമാകാൻ പാടുണ്ടോ? എന്താ ഓലെ വിളിച്ച് അല്ലേ? റസൂൽ നമ്മളെ പഠിപ്പിക്കണത് കേട്ടോ, മാ നഖസത് സദഖത്തും മിൻ മാൽ. സദഖ കൊടുത്താൽ സ്വത്ത് കുറഞ്ഞു പോവുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഒരടിമക്കും അല്ലാഹു പ്രതാപമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഒന്ന് കീഴൊതുങ്ങിക്കൊടുത്താൽ അവനെ അല്ലാഹു ഉയർത്താതിരിക്കുകയില്ല. പോണോ നമ്മൾ? വേണ്ട. പോണവർ പോയിക്കോട്ടെ. നമ്മുടെ രീതിയോ നമ്മുടെ സ്വഭാവമോ അതല്ല. വിശ്വാസികളെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഈ ഒരു സ്വഭാവമുണ്ടല്ലോ, ഈ സ്വഭാവം നമുക്ക് ഉൾക്കൊള്ളാനാവണം. നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി മാത്രം അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ച ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, മൻ കലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു. ഒരാൾ തനിക്കുണ്ടായ ദേഷ്യം അടക്കി പിടിച്ചു വെച്ചാൽ, വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ആ ദേഷ്യത്തിന് പകരം വീട്ടാൻ അവന് കഴിവുണ്ട്, സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും അടക്കി പിടിച്ചു വെച്ചാൽ ദഅഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖ്, അല്ലാഹു അവനെ മുഴുവൻ സൃഷ്ടികളുടെ മുമ്പിൽ വെച്ചും അല്ലാഹു അവനെ വിളിക്കും. പരലോകത്തെ
എന്തിനാണെന്നറിയോ? ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറുൽ ഐൻ. പ്രിയപ്പെട്ട സഹോദര മുഅ്മിനേ കേട്ടോ, നമ്മുടെ പേര് വിളിക്കും അല്ലാഹു തആല. എന്തിന്? നമ്മളൊന്ന് അടങ്ങിക്കൊടുത്താൽ, നമ്മുടെ ദേഷ്യമൊന്ന് അടക്കി വെച്ചാൽ അള്ളാഹു നമ്മളെ പേരെടുത്ത് വിളിച്ചിട്ട് പറയും, നിനക്കിഷ്ടമുള്ള ഹൂറുകളിൽ നിന്ന്, ഇഷ്ടമുള്ള സ്വർഗീയ തരുണികളിൽ നിന്ന് ഇഷ്ടമുള്ളവരെ നീ തിരഞ്ഞെടുത്തോ. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഗൗരവമുള്ളതും ദീർഘമായതുമായ വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം അറിയുക, എൻ്റെ ഈ ശബ്ദം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹബീബായ റസൂലിൻ്റെ സുന്നത്താണ് കേട്ടോ. നമ്മളോട് ആരെങ്കിലും വെറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവരോട് വെറുപ്പില്ല. റസൂലുള്ള നമ്മളോട് പറയുന്നു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ ലയാൽ. 3 രാവുകൾക്കപ്പുറം ഒരു നിമിഷം പോലും ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയെ ഒഴിവാക്കാൻ പറ്റില്ല, ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല, ഉപേക്ഷിക്കാൻ പറ്റില്ല, മിണ്ടാതിരിക്കാൻ പറ്റില്ല. യൽതഖിയാനി, അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. ഫയഅരിദു ഹാദാ വയഅരിദു ഹാദാ, എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു, ഇങ്ങോട്ട് പിരിഞ്ഞു പോകുന്നു. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. പറ്റൂല നമുക്ക്. അവരിൽ ഏറ്റവും ഉത്തമർ ആരാണോ ആദ്യം സലാം പറഞ്ഞു തുടങ്ങുന്നവർ അവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ അറിയണം, നമുക്ക് പറ്റൂല. 7ാമത്തെ വിഷയം, ഞാനിനി വേഗം എണ്ണി പറയാം, 2-3 കാര്യങ്ങളുള്ളൂ. 7ാമത്തെ വിഷയം നമ്മൾ പറഞ്ഞുവല്ലോ, നമ്മൾ പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ സ്നേഹത്തിന്റെ വലിപ്പമാണ് അള്ളാഹു വിശദീകരിച്ചത്. ഔലിയാ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാ. വലിയ എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഔലിയ. സദീഖ് എന്നല്ല പറഞ്ഞത്, ജമീൽ എന്നല്ല പറഞ്ഞത്, ഹമീം എന്നല്ല പറഞ്ഞത്. അതിനേക്കാളൊക്കെ കടുപ്പുള്ള, വല്ലാത്ത കടുപ്പമുള്ള ഊഷ്മളമായ ബന്ധമാണെന്ത്? വലി. ആ സ്നേഹം നമുക്ക് തമ്മിലുണ്ടാകണം. സ്നേഹം എങ്ങനെ ഉണ്ടാകണം? സ്നേഹം ഉണ്ടാകാനുള്ള മാർഗമാണ് നമ്മൾ പറഞ്ഞത്. അതിലെ 6ാമത്തെ കാര്യമാണ്, നിങ്ങളൊരു സഹോദരനെ, സുഹൃത്തിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനോട് നിങ്ങൾ പറയണം, എന്ത്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതെന്റെ വാക്കല്ല, അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ് കേട്ടോ. കുന്തു ജാലിസൻ ഇൻദ റസൂലില്ലാഹ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഇത് മർറ റജുലുൻ, അപ്പോൾ ഒരു മനുഷ്യൻ അതിലെ നടന്നുപോയി. ഫഖാല റജുലുൻ മിനൽ ഖൗം, അപ്പൊ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ല ഉഹിബ്ബു ഹാദർ റജുൽ, ആ പോയ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ആ പോയ ആളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അഅലംതഹു, നീ അവനോടത് അറിയിച്ചിട്ടുണ്ടോ? ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ കുട്ടികളൊക്കെ പലരോടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. യുവാക്കളും യുവതികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പറയാറുണ്ടല്ലോ, അല്ലേ? റസൂലുള്ള പറയുന്നത് കേട്ടോ. ഈ മനുഷ്യൻ പറഞ്ഞു, ഇല്ല റസൂലേ, ഞാൻ പറഞ്ഞിട്ടില്ല. ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ കൽപ്പന, അഅലിംഹു, എന്നാൽ നീ അവനെ അറിയിക്കണം. അപ്പോഴോ അനസ് റളിയല്ലാഹു അൻഹു പറയാ, അപ്പൊ ഈ മനുഷ്യൻ എഴുന്നേറ്റ് ഓടുക. ആരെ ബാക്കില്? ഇയാളെ ബാക്കില്. എന്നിട്ട് ഫലഹിഖഹു, അവനെ പിടിച്ചു വെച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ താങ്കളെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു. ആ പോയതൊരു സഹാബിയായിരുന്നു കേട്ടോ. റസൂലുള്ള പഠിപ്പിച്ച ഒരു മര്യാദ ആ സഹാബിയുടെ മനസ്സിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ടാകണം, നാം പഠിച്ചു വെക്കണം. അങ്ങനെ ഒരാൾ നമ്മളോട് വന്ന് പറയുന്നു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം, അഹബ്ബകല്ലദീ അഹ്ബബ്തനീ ലഹു. എന്താ പറയണ്ടേ? അഹബ്ബക അല്ലദീ അഹ്ബബ്തനീ ലഹു. നമ്മൾ പറഞ്ഞു നോക്കണോ? നമ്മളെ കുട്ടികൾ പ്രത്യേകിച്ച് കേൾക്കേണ്ട വാക്കാ, അല്ലേ? സ്നേഹം വല്ലാതെയുള്ള ആളുകളാ കുട്ടികൾ, ആണും പെണ്ണുമൊക്കെ.
റസൂലുള്ള പഠിപ്പിക്കുന്നത് നമ്മൾ പറയണം അഹബ്ബക, നിന്നെ ഇഷ്ടപ്പെടട്ടെ, അല്ലദീ അഹ്ബബ്തനീ ലഹു, ആർക്ക് വേണ്ടിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത് അവൻ നിന്നെ ഇഷ്ടപ്പെടട്ടെ. അഹബ്ബക അല്ലദീ അഹ്ബബ്തനീ ലഹു, മറന്നു പോകരുത് ആരും. എന്തിനാ? നമ്മുടെ ബന്ധം ശക്തമാകണം, ബന്ധം രൂഢമൂലമാകണം. അതിനു വേണ്ടിയുള്ള മാർഗമാണത്. ആ മാർഗം നമുക്ക് ഉൾക്കൊള്ളാനാവണം. നിങ്ങൾക്ക് കേൾക്കണോ? വല്ലാത്തൊരു സംഭവമുണ്ട്. മുസ്ലിം സമൂഹത്തിന് വല്ലാത്ത ഒരു സന്തോഷത്തോടു കൂടി മാത്രം ഓർക്കാൻ സാധിക്കുന്ന ഒരു സംഭവം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. അദ്ദേഹം റസൂലുള്ളാഹിന്റെ കാലശേഷം ഡമസ്കസിലായിരുന്നു. ഒരുപാട് താബികൾ ജീവിച്ച സ്ഥലം. ഒരവസരത്തിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ദമസ്കസിലെ മസ്ജിദുൽ കബീർ, വലിയ പള്ളിയിലിരിക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും വലയം ചെയ്തു നിൽക്കുന്നു. പലരും ചെന്ന് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തോട് ഫത്വ ചോദിക്കാൻ, ദീന് പഠിക്കാൻ. ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് കേൾക്കണോ മുആദ് ഇബ്നു ജബൽ ചെയ്ത സംഭവം? ആ മനുഷ്യന്റെ തട്ടം മുആദ് ഇബ്നു ജബൽ പിടിച്ചു വലിച്ചു. എന്തിനാ? അടുത്തേക്കൊണ്ട് കിട്ടാൻ. എന്നിട്ട് അണച്ചു പൂട്ടിപ്പിടിച്ചു. എന്നിട്ട് മുആദ് ചോദിക്കുന്ന 3 ചോദ്യമുണ്ട്. മുആദ് ഇബ്നു ജബൽ എന്ന സഹാബി ചോദിക്കുന്നു, റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന്, മജ്ലിസിൽ നിന്ന് ദീന് പഠിച്ച് മുആദ് ചോദിക്കുന്നു, അള്ളയാണോ സത്യം? നിനക്ക് എന്നോട് സ്നേഹമാണോ? ഇദ്ദേഹം പറയും, അതേ, അള്ളാഹുവാണ് സത്യം. 3 പ്രാവശ്യം. ആ സമയത്ത് മുആദ് പറഞ്ഞൊരു വാക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ കേൾക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എനിക്ക് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അത് റസൂലുള്ള പറയുന്നത് കേട്ടതാണ്. അള്ളാഹു പറഞ്ഞതായി റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എന്താണെന്നോ? വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ്യാ, എൻ്റെ മാർഗത്തിൽ, എൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചവർക്ക് എൻ്റെ സ്നേഹം അഥവാ അള്ളാഹുവിൻ്റെ സ്നേഹം നിർബന്ധമായും ലഭിക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അറിയണം. 8ാമത്തെ വിഷയം, എനിക്ക് പറയാനുള്ള 8ാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളിലൂടെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ പഠിപ്പിച്ച വിഷയമാണ്. സമയം ദീർഘിച്ചതുകൊണ്ട് ഞാൻ ആ കാര്യം മാത്രം പറയട്ടെ. അത് മറ്റൊന്നുമല്ല, റസൂലുള്ള ഒരു ചെറിയ വരിയിലൂടെ പറഞ്ഞു, ഇശ്ഫഅ തുഅ്ജർ, ശുപാർശ പറയണം. എന്താ ശുപാർശ എന്ന് പറഞ്ഞാൽ? ശുപാർശ എന്ന് പറഞ്ഞാൽ അനുവദനീയമായ രൂപത്തിലൊരു കാര്യം ചെയ്തു കിട്ടാൻ, എനിക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ നടക്കുമെങ്കിൽ അതിൻ്റെ പേരാണ് ശഫാഅത്ത്, ഭാഷയിൽ ശുപാർശ. എന്നാലോ തുഅ്ജർ, കൂലി കിട്ടും. കിട്ടുന്ന കൂലിയോ ഭയങ്കരമാണ്. പറഞ്ഞാൽ തീരാത്ത അത്രയും ശക്തിയാണ് കിട്ടുന്ന കൂലി. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കതിന് സാധിക്കണം. എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മളൊക്കെ പരസ്പരം അല്ലേ, ഒഴിഞ്ഞു മാറല്ല, ഒഴിഞ്ഞു മാറാൻ നമുക്ക് പാടില്ല. മുസ്ലിമീങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മളാണ് കൂടെ ഉണ്ടാകേണ്ടത്. അതിന് പറയേണ്ടത്, സംസാരിക്കേണ്ടത്. ആ സംസാരത്തെയാണ് ഇവിടെ ശുപാർശ എന്ന് പറഞ്ഞത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, നല്ല കാര്യത്തിനാണ് ശുപാർശ കേട്ടോ, ചീത്ത കാര്യത്തിനല്ല. നബിയുടെ അടുത്ത് ചീത്ത കാര്യത്തിന് ശുപാർശയുമായി വന്ന ഉസാമ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണദോഷിച്ച കഥ നമുക്കറിയാമല്ലോ. ഞാനത് വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നല്ല കാര്യത്തിന് നാം ശുപാർശ ചെയ്യണം. അത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ ആവശ്യമാണ്. 9ാമത്തെ വിഷയം നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന വിഷയമാണ്. പക്ഷേ റസൂലുള്ള പറഞ്ഞ വാക്ക് കേട്ട് ചെയ്യണം. അതെന്താ? റസൂലുള്ള പറഞ്ഞു, തഹാദു തഹബ്ബു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കണം, അങ്ങനെ പരസ്പരം സ്നേഹിക്കണം. എന്താ ഹദിയ എന്ന് പറഞ്ഞാൽ? പ്രസന്റേഷൻ, ഗിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ എല്ലാ ഗിഫ്റ്റുകളും പ്രസന്റേഷനുകളും
ചില അവസരങ്ങളിൽ മാത്രമുള്ളതാണ്. അത് മാറണം. നമ്മളെ പ്രസന്റേഷനും ഗിഫ്റ്റുമൊക്കെ സ്നേഹം കണ്ട് കൂടുമ്പോൾ പുറത്തേക്ക് വരേണ്ട സാധനങ്ങൾ. കല്യാണത്തിനോ വീട് ഹൗസ് വാമിങ്ങിനോ ഇതിനൊന്നും കൊടുക്കേണ്ട സാധനമല്ല. എന്ത്? പ്രസന്റേഷൻ, സ്നേഹമാണ്. അങ്ങനെ തഹാദു തഹബ്ബു, റസൂലുള്ളാഹിന്റെ ആ ഒരു രൂപം, രീതി, ആ വിഷയത്തിൽ ഒരുപാടാണ്, ഒരുപാട് സംഗതി. എന്താ കൊടുക്കേണ്ടത്? എന്തും കൊടുക്കാം. എന്തും, എന്തെങ്കിലും നിസ്സാരമായ സാധനം, അതിന്റെ മൂല്യമല്ല പ്രശ്നം, അത് കൊടുക്കാൻ പ്രേരിപ്പിച്ച മനസ്സാണ് പ്രശ്നം. അത് നമ്മൾ ചെയ്യണം, അത് നമ്മൾ ചെയ്യണം, അത് നമ്മൾ ചെയ്യണം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന സംഭവമുണ്ട്. റസൂലുള്ളാഹിനോട് ചോദിച്ചു ഇത് പറഞ്ഞപ്പോ, റസൂലുള്ളാഹ് ഇന്നലി ജാറൈൻ ഫഇലാ അയ്യിഹിമാ ഉഹുദി, റസൂലേ എനിക്ക് 2 അയൽവാസികളുണ്ട്, ആർക്കാ ഞാൻ ആദ്യം ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് നോക്കി. അത്ര സൂക്ഷ്മമായിട്ട് അവരത് ശ്രദ്ധിച്ചു. റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഇലാ അഖ്റബിഹിമാ മിൻകി ബാബാ, ആയിഷ നിന്റെ ഏറ്റവും അടുത്ത വാതിലേതാ അവർക്ക് കൊടുക്ക് ആദ്യം. നോക്കി അതിൻ്റെ ആ രീതി. ഇങ്ങനെയാണ് മുസ്ലിമീങ്ങളായ മനുഷ്യന്മാരുടെ ജീവിതം, ഇങ്ങനെയായിരിക്കണം. ഇത് പറഞ്ഞാൽ തീരാത്ത വിഷയമാണ്. രോഗികളെ സന്ദർശിക്കൽ അറിയാലോ നമുക്ക്. അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പഠിപ്പിച്ചത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ചില്ലറ വിഷയമല്ല. 11ാമത്തെ വിഷയം, ഒരാൾ നമ്മളെ ക്ഷണിച്ചു, ആ ക്ഷണിച്ച വിഷയത്തിൽ അള്ളാഹുവിനും റസൂലിനും വെറുപ്പുള്ള കാര്യമില്ല എങ്കിൽ ആ ക്ഷണം നാം സ്വീകരിക്കണം. ബാധ്യതയാണ് നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, പലപ്പോഴും നമ്മുടെ സ്നേഹം തെറ്റിപ്പോകലൊക്കെ ഈ വിഷയത്തിലാണല്ലോ. ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നു. 12ാമത്തെ വിഷയം, മുസ്ലിമീങ്ങൾ തമ്മിൽ ശ്രദ്ധിക്കേണ്ട കടുപ്പമുള്ള വിഷയം, അഭിമാനം. ഒരു മുസ്ലിമിൻ്റെയും അഭിമാനം വേറൊരു മുസ്ലിം പിച്ചു ചീന്തരുത്. പല വിഷയത്തിലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ അഭിമാനത്തുമ്മ തുടരുത്, രക്തത്തുമ്മ തുടരുത്, ശരീരത്തുമ്മ തുടരുത്. പറ്റൂല, തൊടാൻ പറ്റൂല. എന്റെ കൂട്ടരെ, മുസ്ലിം ലോകത്ത് ഖിലാഫില്ലാത്ത കാലമുണ്ടോ? അതും ഇൽമിയായ ഖിലാഫ്, വൈജ്ഞാനികമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാലമുണ്ടായിരുന്നോ? ഉണ്ടാവില്ല. അതാണ് ഇസ്ലാം. കാരണം റസൂലുള്ളാഹി പഠിപ്പിച്ച എന്താ? ഇജ്തിഹാദ് നടത്തി തെറ്റിയാലും കൂലി. അപ്പൊ പിന്നെന്താ? ഇതില്ലാതെ കൂല. അതിന് തമ്മ് തെറ്റിയോ? നിങ്ങൾ കാണിച്ചു തരുമോ തമ്മ് തെറ്റി ഏതെങ്കിലും അയിമ്മത്തുകളെ? ഇല്ല, പറ്റൂല. ഇനി തമ്മ് തെറ്റിയാലോ? നമുക്ക് തോന്നിയാസം പറഞ്ഞുകൂടാ. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഒരാളുടെ അഭിമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്. അത് നാം ഗൗരവമുള്ളതായി കാണണം. 13ാമത്തെ വിഷയം, പരസ്പരമുള്ള സന്ദർശനം. എന്തേ പോന്നു എന്നാ ചോദിക്കുക. ഞാനെങ്ങാനും നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ, അല്ല എന്തിനാപ്പം അദ്ദേഹം വന്നിട്ടുണ്ടാകുക എന്നാ ചോദ്യം അല്ലേ? നമുക്ക് പറ്റൂല. നമ്മളങ്ങനെ വരാഞ്ഞാലാ ചോദിക്കണ്ടേ, എന്തേ വരാതിരുന്നു? നമ്മൾ മാറണം. നമ്മൾ എന്തോ ഒരാവശ്യം ഉണ്ടാവും, അല്ലാതെ മൂപ്പര് വരൂല എന്നാ. ഒരാവശ്യമില്ല. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സിയാറത്താണ്. എന്തുകൊണ്ടാ? റസൂലുള്ളാഹി അതിന് പറഞ്ഞ കൂലിയുടെ വലിപ്പം കൊണ്ടാണ് സഹോദരന്മാരെ. അത് ഒരുപാട് വിശദീകരിച്ച് നാം മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുക. 1-2 കാര്യങ്ങളോട് ഗൗരവമുള്ളതുണ്ട്. അതിലൊന്ന്, റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു പദമുണ്ട്, സിത്ർ എന്ന് പറഞ്ഞ പദം. സിത്ർ എന്ന് പറഞ്ഞാൽ മറ എന്നാണ് ഭാഷയിലുള്ള അർത്ഥം. സ്ക്രീൻ മറ ഒക്കെ. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സിത്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ്ദുനിയാ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരടിമക്ക് ഭൂലോകത്ത് വെച്ച്, ദുനിയാവിൽ വെച്ച് വല്ല മറയും ഇട്ടുകൊടുത്താൽ, വല്ലതും അവൻ്റേത് മറച്ചു വെച്ച് കൊടുത്താൽ, ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന് മറച്ചു കൊടുക്കും. വിഷയം ബന്ധിപ്പിച്ചത് അങ്ങോട്ടാ, ഗൗരവമുള്ളതാ. പറ്റുമോ നമുക്ക് മറച്ചു വെക്കാൻ? എൻ്റെ ഒരു ന്യൂനത നിങ്ങളാരെങ്കിലും കണ്ടു എന്ന് വെക്കുക.
ഞാൻ ചെയ്ത ഒരു മോശം നിങ്ങൾ കണ്ടു, നിങ്ങൾ സഹോദരന്മാരെ സിത്തർ എന്ന സ്വഭാവം നിങ്ങൾ പ്രകടിപ്പിക്കണം. അതെന്താണെന്നറിയോ? നിങ്ങൾ ആദ്യം അത് മറച്ചു വെക്കണം. ഫസ്റ്റിൽ നിങ്ങളുടെ ബാധ്യത അതാണ്. കാരണം ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ആരും കണ്ടൂടാ. 2, സിത്തർ തീർന്നില്ല കേട്ടോ, മറച്ചു വെച്ചാൽ സിത്തറാവില്ല. രണ്ടാമത്തേത്, നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, എന്നോട് പറയണം, അബ്ദുസ്സലാം ശരിയാണോ ചെയ്തത്? അല്ലല്ലോ, ശരിയല്ലല്ലോ. നിങ്ങൾ വിളിച്ചു പറയല്ല, പ്രസംഗിക്കല്ല, സോഷ്യൽ നെറ്റ്വർക്കിലും മീഡിയയിലും എഴുതുകയല്ല, മെയിലയക്കല്ല, ബഹളുണ്ടാക്കിയല്ല. നിങ്ങൾ എന്നോട് പറയണം, ചെയ്ത് ശരിയാണോ ആലോചിക്കണ്ടേ, മതിയാകും, ഞാനിന്ന് ഒഴിവാകും. അങ്ങനെ നിങ്ങൾക്ക് എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കാനാവുമോ? ഒരു തെറ്റിൽ നിന്ന്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയിൽ നിന്ന് എന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനാകുമോ? അതാണ് സിത്തർ. മുസ്ലിം തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധം അതാണ്. വലിയ വിഷയമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയ വിഷയം. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അത് ഗൗരവമുള്ളതാണ്. രഹസ്യം സൂക്ഷിക്കുക. നമ്മൾ ഒന്നിച്ചു നിന്നപ്പോൾ പറഞ്ഞ പലതും ഉണ്ടാവും. നമ്മൾ ഒരുമിച്ചൊരു കച്ചവടം തുടങ്ങി. ഉദാഹരണ, ഒരുമിച്ചൊരു കച്ചവടം തുടങ്ങി, ഭയങ്കര പങ്കുകാരായി. നിങ്ങളിൻ്റെ വീട്ടിൽ വന്നു, ഞങ്ങളെ വീട്ടിൽ വന്നു, നമ്മുടെ കുടുംബം തമ്മിൽ ബന്ധം, പരസ്പരം ബന്ധം എല്ലാം ഇങ്ങോട്ടും അറിഞ്ഞു. നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളാ. എന്തോ ഒരു കാരണവശാൽ കച്ചവടത്തിൻ്റെ ഇടയിൽ നമ്മളെന്തായി, ചെറിയ എന്തോ നിസ്സാരമായ പ്രശ്നത്തിന് തെറ്റിയപ്പോൾ എനിക്കറിയാവുന്ന നിങ്ങളുടെ എല്ലാ രഹസ്യവും ഞാൻ പുറത്തു കൊണ്ടുവരിക. അത് പോലീസിലായാലും കോടതിയിലായാലും പട്ടാളത്തിലായാലും സമൂഹത്തിലായാലും വ്യക്തികളായാലും പാടില്ല. സഹോദരന്മാരെ, എന്താണ് ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ? 3 രൂപമുണ്ട് അതിന്. ഒന്നാമത്തേത് വാക്കുകൊണ്ടുള്ള രഹസ്യമാണ്. അതെങ്ങനെ? ഞാൻ ഇയാളോടൊരു സ്വകാര്യം പറഞ്ഞു, എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ വാക്കുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എന്ത്? ആരോടും പറയരുത്, അത് സ്വകാര്യമാണ്, സിറാണ്. ആ സ്വകാര്യം നിങ്ങൾക്ക് ബാധ്യതയാണ്, കാത്തു സൂക്ഷിക്കൽ, പുറത്തു വരാൻ പാടില്ല. രണ്ടാമത്തേത്, എന്റെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി അത് രഹസ്യമാണ് എന്ന്. എങ്ങനെ? ഞാൻ നിങ്ങളോടൊരു സ്വകാര്യം പറയാം, ഒറ്റയ്ക്ക് നിങ്ങളെ വീട്ടിൽ വന്നാൽ പറയുമ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്താ തിരിഞ്ഞു നോക്കണതിൻ്റെ അർത്ഥം? ആരെങ്കിലും വരുന്നുണ്ടോ? എന്റെ തിരിഞ്ഞു നോട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യമായി ഇത് സ്വകാര്യമാണ്, പറഞ്ഞു പോകരുത്. മനസ്സിലായല്ലോ? മൂന്നാമത്തേത് അൽ ഖരീനത്തുൽ ഹാലിയ. എന്താ അറിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പറയരുത്, നിങ്ങളോട് സ്വകാര്യം പറയുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞത് സ്വകാര്യമാണ്. നിങ്ങൾക്കറിയാം അത് മറ്റൊരാളോട് വെളിപ്പെടുത്തുന്നത് എനിക്കിഷ്ടമില്ല എന്ന്. അതും എന്താണ്? രഹസ്യമാണ്, പറഞ്ഞു പോകരുത്. നമ്മൾ എവിടെ നിൽക്കണമെന്ന് ആലോചിച്ചോക്കേ. എവിടുന്ന നമ്മൾ നന്നാകേനി? നമ്മൾ എവിടെ നിൽക്കണേ? ഇയാൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാ. പറയണ്ട. നിനക്കറിയോ അത് സ്വകാര്യം? നിനക്കറിയുമോ അത് വെളിപ്പെടുത്തുന്നത് പറഞ്ഞ എനിക്കിഷ്ടമല്ല എന്ന്? എങ്കിൽ പറ്റില്ല. ഒന്നല്ല, ഒരുപാട് ഹദീസുകളും സംഭവങ്ങളും ഈ വിഷയത്തിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വളരെ ദീർഘിച്ചു. ഈ വിഷയം അവസാനിച്ചിട്ടില്ല, ഇത് അവസാനിക്കുകയുമില്ല. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ വളർത്തിയെടുത്ത സമൂഹത്തിൻ്റെ ആരോഗ്യം നിങ്ങൾക്കറിയാലോ എന്തായിരുന്നു എന്ന്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ എന്താ? ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. മുഹമ്മദ് നബി, ഭൂമിയിലുള്ള എല്ലാം താങ്കൾ ചെലവഴിച്ചാലും അവരുടെ മനസ്സുകളെ താങ്കൾക്ക് ഒന്നിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. വലാകിന്ന അല്ലാഹ അല്ലഫ ബൈന ഖുലൂബിഹിം. പക്ഷേ അല്ലാഹുവാണ് അവരെ തമ്മിൽ ഒന്നിപ്പിച്ചത്, യോജിപ്പിച്ചത്, രജ്ഞിപ്പിലെത്തിച്ചത്. അല്ലാഹു എത്തിച്ചത് ഇങ്ങനെയായിരുന്നു. പരസ്പരമുള്ള ഈ ഒരു ബന്ധം, ഈ ബന്ധം രൂഢമാനമാകാൻ, ഊഷ്മളമാകാൻ, തെറ്റിപ്പോകാതിരിക്കാൻ, ശക്തിയുള്ളതാകാൻ അല്ലാഹുവിൻ്റെ റസൂലിലൂടെ
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് നമ്മുടെ സംസ്കാരം. ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പോട്ട് വെക്കുന്ന സംസ്കാരം ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പോട്ട് വെക്കുന്ന സംസ്കാരം. അതുകൊണ്ടാണ് കേരള മുസ്ലിം ഐക്യ സംഘത്തിൽ നിന്ന് നദ്വത്തുൽ മുജാഹിദീനും ജംഇയ്യത്തുൽ ഉലമയും ഒക്കെ പിറവിയെടുത്തത്. ഈ ഒരു ഐക്യം, ഈ ഒരു രൂപം, ഈ ഒരു സ്വസ്ഥത, ഇതാണ് ഈമാൻ. ഇവനാണ് മുഅ്മിൻ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, എൻ്റെ സംസാരത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഈ സംസാരത്തിൽ ആരോടുമുള്ള വെറുപ്പില്ല, വിദ്വേഷമില്ല, ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു വ്യക്തിയെ പോലും എൻ്റെ സംസാരം നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയിട്ടില്ല. അല്ലാഹുവാണ് സത്യം, കരുതിയിട്ടില്ല. വിചാരിച്ചു പോകരുത് കേട്ടോ, അങ്ങനെ വിചാരിച്ചു പോകരുത്. വിചാരിച്ച് അതിൻ്റെ പേരിൽ കെട്ടിക്കെട്ടി അനാവശ്യം പ്രചരിപ്പിക്കരുത് കേട്ടോ. ആടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം യഥാർത്ഥ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ കൊച്ചു സംഘം, നാഥാ, ഈ കൊച്ചു സംഘത്തിൻ്റെ പ്രവർത്തനം നീ വിജയിപ്പിക്കണമേ. അർഹമുർ റഹീമീനായ നാഥാ, ഈ കൊച്ചു സംഘത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ ഉലമാക്കന്മാർക്കും ഉമറാക്കന്മാർക്കും ശക്തിയും ഈമാനും തഖ്വയും കഴിവും തൻ്റെ ഇടവും നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ നാഥാ, ഈ കൊച്ചു സംഘത്തെ നീ ഭിന്നിപ്പിച്ച് നശിപ്പിക്കരുതേ. നാഥാ, ഞങ്ങളിലുള്ള വല്ല തിന്മയും വല്ല പാപവും ഞങ്ങളുടെ ഈമാനിൻ്റെ കുറവും ഞങ്ങളുടെ തൗഹീദിൻ്റെ കുറവുമാണ് ഞങ്ങളുടെ മനസ്സിലുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കാരണമെങ്കിൽ കടുപ്പമുള്ള തൗഹീദും ശക്തിയുള്ള ഈമാനും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ നാഥാ, പരസ്പരം ഭിന്നിച്ചു നിൽക്കാതെ, വ്യതിചലിച്ചു പോകാതെ ഒന്നിച്ചു നിൽക്കാൻ, തൗഹീദിൻ്റെയും ഈമാനിൻ്റെയും സുന്നത്തിൻ്റെയും പേരിൽ ഒന്നിക്കാൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ നാഥാ, ഒന്നിച്ചു നിന്ന് കൂടുതൽ വീരോടെ, ശക്തിയോടെ, ഈമാനോടെ നിന്റെ തൗഹീദ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. നാഥാ, നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് ഞങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സമ്മേളനങ്ങളും നീ വിജയിപ്പിക്കണമേ നാഥാ. അർഹമുർ റഹീമീനായ നാഥാ, ഈ തൗഹീദിൻ്റെ ആദർശം എത്തിയിട്ടില്ലാത്ത എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങൾ മുഖേന ഈ ആദർശം എത്തിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ തൗഹീദിലോ ഞങ്ങളുടെ ഈമാനിലോ ഞങ്ങളുടെ സുന്നത്തിലോ വല്ല ന്യൂനതയും കുറവും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ നിനക്കനിഷ്ടകരമായ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇന്ന് ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ നിന്റെ ദീനിനെക്കുറിച്ച് പറയാനും കേൾക്കാനും ഒന്നിച്ചു ചേർന്നതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ ഞങ്ങൾ നീ ഒന്നിച്ചു ചേർക്കണമേ. റബ്ബനാ ലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.